അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദ് കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുറാഹിമീനായ പടച്ച റബ്ബ് നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നല്ല വ്യക്തികളായി നല്ല മനുഷ്യരായി റബ്ബ് നമ്മെ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നവരാണ്. തെറ്റുകൾ, കെട്ട കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കാം. മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. മലക്കുകൾ അവർക്ക് തെറ്റുകൾ പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു തആല കൽപ്പിച്ചതെന്തോ അത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇബാദും മുക്രമൂൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർ പ്രത്യേകമായിട്ടുള്ള ആദരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർ അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കാത്ത ആളുകളാണ്. പക്ഷേ മനുഷ്യരായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഈ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അല്ലാഹു തആല പുറത്തു തരണം, നമുക്ക് മാപ്പ് കിട്ടണം, അത് പുറത്ത് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളതിന് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ പലതരം ആഗ്രഹങ്ങളുണ്ടാകും, പലതരം മോഹങ്ങളുണ്ടാകും. ഇതൊക്കെ സഫലമാകാൻ, യാഥാർത്ഥ്യമാകാൻ ആരുടെ തൗഫീക്ക് വേണം? അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. അതിന് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തേ മതിയാകൂ. പ്രിയമുള്ളവരെ, ഓരോ ആളുകൾക്കും പലതരം വേദനകളുണ്ടാകും, മനസ്സിൻ്റെ വിഷമങ്ങളുണ്ടാകും, മനസ്സിൻ്റെ നൊമ്പരങ്ങളുണ്ടാകും, വലിയ വലിയ സങ്കടങ്ങളുണ്ടാകും. അതൊക്കെ റബ്ബിനോട് പറയേണ്ടതായിട്ടുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ആളുകളുണ്ടല്ലോ, കുറേ ആളുകളുണ്ട്
അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നൊക്കെ അറിയാം. അള്ളാഹുവിനോട് ദുആ ചെയ്താലേ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകൂ എന്നറിയാം. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ദുആ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്താലേ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയാൻ, ദുആ ചെയ്യാത്ത, റബ്ബിനോട് ദുആ ചെയ്യാത്തൊരു കൗമിനെ അല്ലാഹു തആല പരിഗണിക്കുകയില്ല. അങ്ങനെയുള്ളൊരു ജനതയൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് ഖുർആനിൽ, ഒരു ചാപ്റ്റർ, 25-ാമത്തെ സൂറത്താണ്. അതിൻ്റെ അവസാനത്തെ ആയത്ത് എന്താ പറയുക, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. അല്ലാഹു തആല പറയാ, എൻ്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? ദുആ ചെയ്തില്ല എങ്കിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. ദുആ ചെയ്യാത്ത നന്ദി കെട്ട ഒരു സമൂഹത്തെ അള്ളാഹു അവർക്ക് ശിക്ഷ നിർബന്ധമാക്കുന്ന. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹ്ക്ക് ഒരിക്കലും വെറുപ്പില്ല നമ്മൾ ദുആ ചെയ്യുന്നത്. കാരണം എന്താ? അള്ളാഹുവിൻ്റെതാണ് ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ ആർക്കുള്ളതാ? അള്ളാഹുവിനുള്ളതാണ്. അതാണ് നമ്മുടെ എത്രയോ വചനങ്ങളിലൊക്കെ പറയുന്നത്, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിനുള്ളതാണ് ഈ സകല ഭൂമികളും ആകാശങ്ങളും മഹാപ്രപഞ്ചവും ഒക്കെ റബ്ബിനുള്ളതാണ്. സാധാരണ നമ്മൾ ഹജ്ജിനോ ഉംറക്കൊക്കെ പോകുമ്പോൾ തൽബിയത്ത് ചെല്ലാറുണ്ട്. അതിലെന്താ പറയുന്നത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക്. റബ്ബേ, നിനക്കുള്ളതാണ് സകല ആധിപത്യവും എല്ലാ അധികാരങ്ങളും. ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. റബ്ബിനോട് പറയുക. അപ്പോൾ ആ റബ്ബിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ളത് മാത്രമല്ല, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ, അള്ളാഹുവിനോട് തേടുന്നതിൽ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ, അതിൽ വളരെ പിന്നിൽ പോയി കഴിഞ്ഞാൽ യഗ്ളബ് അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മല്ലം യസ്അലില്ലാ, ആരെങ്കിലും അള്ളാഹുവിനോട് തേടിയില്ല എങ്കിൽ, അള്ളാഹുവിനോട് ചോദിച്ചില്ല എങ്കിൽ യഗ്ളബ് അലൈഹി, സഹിഹായ ഹദീസിൽ വന്ന കാര്യമാണ്, അള്ളാഹു അവനോട് കോപിക്കും. നമ്മൾ ദുആ ചെയ്യാതെ ഓരോ ദിവസങ്ങൾ പോകാൻ, വെള്ളിയാഴ്ചകളിൽ മാത്രം ദുആ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാം. അതല്ല എങ്കിൽ മാസത്തിലൊരിക്കലോ കുറേ മാസങ്ങൾ കഴിയുമ്പോഴോ റമളാനിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഉംറക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ, ഒരു ദുരന്തം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു ദുആയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവമല്ല വിശ്വാസികൾ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഓരോ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ മനുഷ്യരും അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസങ്ങളിലും, ഓരോ രാവിലും വൈകുന്നേരങ്ങളിലും സാധിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ദുആ ചെയ്യണം എന്നല്ല, കുറച്ചൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളായി മാറണം. എന്താ റബ്ബ് പറയുന്നത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. നമ്മൾ ആരോടാ ദുആ ചെയ്യേണ്ടത്?
ഏകനായ സർവശക്തനായ റബ്ബ്, ആ റബ്ബിനോട് മാത്രം, മറ്റൊരു ശക്തിയോടുമല്ല. എന്നാലോ അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്കുത്തരം ചെയ്യും. അള്ളാഹുവിനെ ഉത്തരം ചെയ്യാൻ കഴിയൂ പ്രിയമുള്ളവരെ. വേറൊരു ശക്തിക്കും, അത് മലക്കുകളാകട്ടെ, അല്ലെങ്കിൽ അമ്പിയാക്കളാകട്ടെ, മഹാത്മാക്കളാകട്ടെ, കഴിയില്ല. അല്ലാഹു ജല്ല ജലാൽ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് റബ്ബ് പറയണേ, എന്നോട് നിങ്ങൾ ഓരോരുത്തരോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന്, നിങ്ങൾ ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. പക്ഷെ നമ്മൾ എത്ര ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്? എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രോഗം, കടം, അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഇതൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആണല്ലോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാകുന്നു, അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ ദുആ ചെയ്യുക എന്നുള്ളതൊക്കെ എന്താ? അള്ളാഹുവിനുള്ള ആരാധനയാണ്, ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം തുർമുദി, ഇമാം അബൂദാവൂദ്, ഇമാം ഇബ്നു മാജ ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള വചനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് ദുആ ചെയ്യുക എന്നുള്ളത് നമ്മൾ പതിവാക്കണം. ദുആ ചെയ്യുക എന്നുള്ളത് എന്താണ്? നമ്മൾ പതിവാക്കണം. ദുആ ചെയ്യാത്ത ഒരു ദിവസവും നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോകാൻ വേണ്ടി പാടുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ദുആ ചെയ്യാത്തൊരു ദിവസവും നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. എപ്പോഴാണ് നമ്മൾ മരിക്കാമെന്ന് അറിഞ്ഞുകൂടെ പ്രിയമുള്ളവരെ? എപ്പോഴും മരിക്കാം. ആരോഗ്യമുള്ള ആളുകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാ. നമ്മുടെ ഒരു പാർലമെൻറ്റ് മെമ്പർ, അദ്ദേഹം രാവിലെ കുളിച്ച് സുന്ദരനായി സൂട്ടും കൂട്ടൊക്കെ ഇട്ട് പാർലമെൻറ്റിൽ പോയി മക്കളോട് കളിച്ച് ചിരിച്ച് പോയതാ. പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ കാണുന്നതാ. അപ്പോൾ പ്രാർത്ഥിക്കാത്ത, ദുആ ചെയ്യാത്തൊരു ദിവസം നമുക്കുണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ദുആയുടെ ഒരു മര്യാദ, ദുആ ചെയ്യുമ്പോൾ അദബ്, അതെന്താണ് പ്രിയമുള്ളവരെ? അൻ യകൂന ദാഇ മുവഹിദൻ ലില്ലാഹി തആല, ഉന്നതനായ അത്യുന്നതനായ നിന്റെ റബ്ബിനെ ഏകനാക്കിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. എങ്ങനെ? ഫീ റുബൂബിയ്യതിഹി വ ഉലൂഹിയതിഹി വ അസ്മാഇഹി വ സിഫാതിഹി, അല്ലാഹുവാണ് നമ്മുടെ രക്ഷാധികാരി, മറ്റൊരു രക്ഷകനും നമുക്കില്ല എന്നുള്ള വ്യക്തമായ വിശ്വാസം നമുക്കുണ്ടാകണം. റബ്ബാണ് നമ്മുടെ ഇലാഹ്, അവൻ മാത്രമാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതുപോലെ അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിന് അസ്മാകളുണ്ട്, സിഫാത്തുകളുണ്ട്, അള്ളാഹിൻ്റെ പേരുകളുണ്ട്. അസ്മാ എന്ന് പറഞ്ഞർത്ഥം പേരുകൾ. അള്ളാഹുവിന് ഒരുപാട് പേരുകൾ, അസ്മാഉൽ ഹുസ്ന എന്ന് പറയും. 99 പേരുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പേരുകൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പേരുകൾ അള്ളാഹുവിന് മാത്രമുള്ള പേരുകളാണ്, അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ അവന് മാത്രമുള്ളതാണ്. അത് ഒക്കെ മനസ്സിലാക്കി ആ റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അതിൽ യാതൊരു വീഴ്ചയും പോരായ്മയും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. എന്താ പറയുന്നത്? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ അഥവാ മനുഷ്യർ നിന്നോട് ചോദിച്ചാൽ, എന്നെപ്പറ്റി ചോദിച്ചാൽ, അഥവാ റബ്ബിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഫഇന്നി ഖരീബ്, നീ ഉത്തരം പറയണം. എന്ത്? ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അള്ളാഹുവിൻ്റെ ഇടയിലൊരു ഇടയാളനോ മധ്യസ്ഥനോ ആവശ്യമില്ല. അള്ളാഹിനോട് നമുക്ക് നേരിട്ട് ദുആ ചെയ്യാം. എന്നിട്ട് പറയാൻ
ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആൻ, അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം ചെയ്യും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഒരു വചനമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അപ്പോൾ ഒന്നാമതായിട്ട് അള്ളാഹുവാണ് എൻ്റെ രക്ഷകൻ, അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ്. അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള നാമങ്ങളും ഗുണവിശേഷണങ്ങളുണ്ട്. അത് അവന് മാത്രമാക്കി ആ ഏകനായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. രണ്ടാമതായിട്ട് വേണ്ടതാ അൽ ഇഖ്ലാസു ലില്ലാഹി തആല, ഉന്നതനായ റബ്ബിനോടുള്ള ഇഖ്ലാസ്. മനസ്സ് ദുആ ചെയ്യുമ്പോഴേ ഒരു ആത്മാർത്ഥത നമുക്ക് വേണം, ഒരു നിഷ്കളങ്കമായ മനസ്സ് നമുക്ക് വേണം. മനസ്സ് ശുദ്ധമായ മനസ്സോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറയുന്നത്? നീയത്ത്, നമ്മൾ എന്തൊരു കാര്യത്തിനും മനസ്സിൽ തട്ടിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ഒരു നീയത്ത് നമുക്കുണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ പറയാ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉന്നതമായിട്ടുള്ള ഏറ്റവും നല്ല പേരുകളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അതുകൊണ്ട് ദുആ ചെയ്യുക. നമ്മൾ ദുആ ചെയ്യുമ്പോഴേ അള്ളാഹിൻ്റെ പേരുകളൊക്കെ വിളിച്ച് ദുആ ചെയ്യണം എന്ന് ഖുർആനിൽ പറയാ. ഖുർആനിൽ അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറയാ അള്ളാഹിൻ്റെ പേരുകൾ വിളിച്ച് ദുആ ചെയ്യാൻ. നമ്മൾ പ്രിയമുള്ളവരെ ഓരോ ദുആ ചെയ്യുമ്പോഴും ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മളെപ്പോഴും പിന്നെ കേൾക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. നമ്മൾ ഈ മരണപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ ചില ഇമാമുമാരൊക്കെ ഖുത്ബയിലൊക്കെ ദുആ ചെയ്യാറുണ്ട്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എവിടെ വന്ന പ്രാർത്ഥനയാ? വിശുദ്ധ ഖുർആനിലുള്ള പ്രാർത്ഥനയാ. എന്തിനുള്ള പ്രാർത്ഥനയാ? റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ. എങ്ങനെയുള്ള സഹോദരങ്ങൾ? അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും. ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, പല ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം അല്ലേ? അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരങ്ങൾ, ഇതെങ്ങനെയാണ് അവസാനിക്കുന്നത്? അള്ളാഹിനോട് പറയാൻ ഇന്നക റഊഫുർ റഹീം, റബ്ബേ നീ റഊഫാണ്. റഊഫ് എന്നർത്ഥം കൃപ ചെയ്യുന്നവൻ അവനാണ് റഊഫ്. അർ റഹീം, കരുണാനിധിയാകുന്നു, കാരുണ്യത്തിൻ്റെ നിധിയാണ് റബ്ബേ നീ. അപ്പോൾ ഇതെന്താ? അള്ളാഹിൻ്റെ പേരുകളാണ്, അള്ളാഹിൻ്റെ സിഫത്തുകളാണ്. ഇങ്ങനെ അള്ളാഹിൻ്റെ പേരുകളും സിഫത്തുകളും എടുത്ത് നമ്മൾ ദുആ ചെയ്യണമെന്നാണ്. ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങൾ അള്ളാഹ് പുറത്തു തരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പാപങ്ങൾ പൊറുക്കുന്നവെന്നുള്ള പേരെന്താ? അള്ളാഹിൻ്റെ അസ്മാഉ വസിഫാത്തിൽ ഗഫാർ, ഗഫൂർ, ഗഫാർ. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ, ഏറെ പൊറുക്കുന്നവൻ, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഗഫൂർ, ഗഫാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പൊറുക്കുന്നവൻ. മനസ്സിലായോ? മനുഷ്യന്മാർ പറയും ഇനിയെങ്ങാനും കണ്ടാൽ ഷേപ്പ് മാറ്റുന്ന ആളുകൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഗഫൂർ, ഗഫാർ. അപ്പം നമ്മൾ പറയാണ് റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ. ഗഫൂറും ഗഫാറുമായിട്ടുള്ള റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ. ഇങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അള്ളാഹിൻ്റെ പേരുകൾ എടുത്തിട്ട് പറയുക, പ്രാർത്ഥിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. ഖുർആനിൽ പറയാണ് സൂറത്ത് അറാഫിൽ 180-ാമത്തെ ആയത്തിലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, തീർച്ചയായും അല്ലാഹു തആലാക്ക് അത്യുന്നതമായിട്ടുള്ള നാമങ്ങളുണ്ട്, ഗുണവിശേഷണങ്ങളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്. ഫദ്ഉഹു ബിഹാ, അവ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക.
സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ എടുത്തു നോക്കി, നബിൻ്റെ പ്രാർത്ഥനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുള്ള ദുആകൾ അതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ കാണുക? അള്ളാഹിൻ്റെ പേരുകൾ എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ പുകഴ്ത്തണം. ദുആ ചെയ്യുമ്പോൾ അള്ളാഹിനെ പുകഴ്ത്തണം. അസ്സനാഉ അലല്ലാഹി തആല ഖബ്ല ദുആ. ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണം, പുകഴ്ത്തണം. അതെങ്ങനെയാ പുകഴ്ത്തുക പ്രിയമുള്ളവരെ? എങ്ങനെയാ പുകഴ്ത്തുക? ശ്രദ്ധിച്ചോളൂ. ഒരിക്കലും ഒരു സ്വഹാബി, അദ്ദേഹത്തിൻ്റെ പേര് ഫുലാലത്ത് ബിൻ ഉബൈദ് എന്നാണ്. ഒരു സ്വഹാബി ഫുലാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയാ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇരുന്നപ്പോൾ ഒരാളെന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ നമസ്കരിച്ച് ഇങ്ങനെ അദ്ദേഹം ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഗഫിർലി വർഹംനി എന്നിങ്ങനെ ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ, റബ്ബേ എനിക്ക് പുറത്തു കൊണ്ടാ, എനിക്ക് കരുണ ചെയ്യണമേ, എനിക്ക് പുറത്തു തരണേ എന്നിങ്ങനെ ദുആ ചെയ്യാൻ. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി അയാളെ വിളിച്ച് പറഞ്ഞു, എന്താണ്? അജൽത അയ്യുഹൽ മുസല്ലി, നമസ്കരിക്കുന്നവനെ, നമസ്കാരക്കാരാ, നീ ധൃതി കൂട്ടീൻ. റസൂലുള്ളാഹി അയാളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്താ പറയുന്നത്? ഇദാ സ്വല്ലൈത ഫഖഅത്ത ഫഹ്മദില്ലാ, നീ ദുആ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഫഹ്മദില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കണം. എങ്ങനെ? യഹ്മദില്ല എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ഹംദ് ചെയ്യണം എന്നർത്ഥം. എങ്ങനെയാ ഹംദ്? നമ്മൾ എപ്പോൾ ദുആ ചെയ്യുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴോ നമസ്കാരത്തിന് ശേഷമോ, അല്ലാതെ ഖുർആനൊക്കെ ഓതുമല്ലോ നമ്മളിടക്ക്. ഇപ്പോൾ പള്ളിയിൽ നേരത്തെ ജമാഅത്തിന് വന്നു, 5 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഓതുക, ഒരു 4 മിനിറ്റ് 3 മിനിറ്റ് ദുആ ചെയ്യുക. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ. അസ്സനാഉ അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിനെ സ്തുതിക്കുക. എങ്ങനെയാണ് അള്ളാഹിനെ സ്തുതിക്കുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് നമ്മുടെ ദുആ അല്ലാഹു തആല കബൂൽ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് കാര്യം? അള്ളാഹിനെ സ്തുതിക്കുക എന്നുള്ളത്. ശരി, മറ്റൊന്നെന്താണ് പ്രിയമുള്ളവരെ? മറ്റൊരു ഹദീസിൽ കാണാം, ഈ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, വസ്വല്ലി അലയ്യ, എൻ്റെ പേരിൽ വസ്വല്ലി അലയ്യ, പിന്നീട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഹംദ് മാത്രമല്ല, എൻ്റെ മേൽ സ്വലാത്ത് നിർവഹിക്കണം. അതായത് പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമ്മൾ സ്വലാത്ത് നിർവഹിക്കണം. ഹംദിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്നിട്ട് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. ഇതാണ് സ്വലാത്ത്. ഒരു സ്വലാത്ത്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം, അല്ലെങ്കിൽ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇതാണ് സ്വലാത്ത്. ഇങ്ങനെ നമ്മൾ ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദുആ ചെയ്യേണ്ടത്. ഇതൊക്കെ ദുആയുടെ മര്യാദകൾ. അത് നമ്മൾ വെറുതെ പറയല്ല. ദീനിൻ്റെ ഒരു കാര്യം നമുക്ക് വെറുതെ പറയാൻ കഴിയില്ല. തെളിവിൻ്റെ വെളിച്ചത്തിൽ, നബിയുടെ ഹദീസുകളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയാണ് പ്രിയമുള്ളവരെ, ഇദാ സ്വല്ല അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ ദുആ പ്രാർത്ഥിച്ചാൽ, സ്വലാത്ത് പറഞ്ഞാൽ നിസ്കാരത്തിനാണ് നമ്മൾ സാധാരണ പറയുക. സ്വലാത്ത് പറഞ്ഞാൽ ശരിക്കും ഭാഷയിൽ അർത്ഥം പ്രാർത്ഥന എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫൽ യബ്ദ ബിതഹ്മീദില്ലാഹ്, നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് എന്നോ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ നമുക്ക് പറയാം. വസ്സനാഇ അലൈഹി സുമ്മ ലിയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് എന്ത് ചെയ്യണം? നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കണം. അപ്പോൾ നിങ്ങൾ ഇനി ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഹംദും സ്വലാത്തും പ്രാർത്ഥനയുടെ ദുആയുടെ ആദ്യത്തിൽ നമുക്കത് വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? സുമ്മൽ യദ്ഉ ബഅദു ബിമാ ശാഅ, പിന്നീടാണ് നമ്മൾ വേണ്ട കാര്യങ്ങൾക്ക് ദുആ ചെയ്യേണ്ടത്. ഇതാണ്
ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ സഹീഹായിട്ടുള്ള വചനങ്ങളാണ്. ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന കാര്യമാകുന്നു. പ്രിയമുള്ളവരെ, മറ്റൊരു ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കൂ. അതെന്താ പറയുന്നത്? കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ഹത്താ തുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദുആകളും അത് ഒരു തരം മറ കൊണ്ട് മഹ്ജൂബ്, ഹിജാബാക്കപ്പെട്ടതാണ്. ഹിജാബ് പറഞ്ഞർത്ഥം മറ, മഹ്ജൂബ് പറഞ്ഞ ഹിജാബാക്കപ്പെട്ട എന്ന മറയിടപ്പെട്ടിരിക്കുന്നു. ഏതുവരെ? ഹത്താ തുസല്ലിയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നത് വരെ. ഇപ്പം കണ്ടോ, നമ്മുടെ ക്ലാസ്സൊക്കെ എങ്ങനെയാണ് ആരംഭിച്ചത്? ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ടാ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദുആ ചെയ്യുമ്പോൾ ഹംദും സ്വലാത്തും വേണം. സ്വലാത്തില്ല എങ്കിൽ എന്താ പ്രശ്നം? ആ ദുആകൾ മഹ്ജൂബാണ്, ആ ദുആകൾ മറയിടപ്പെടും. മനസ്സിലായല്ലോ? മറ്റൊരു ഹദീസിൽ കാണാം, ആകാശലോകത്തേക്ക് റബ്ബിൻ്റെ അടുക്കലേക്ക് അത് ഉയർത്തപ്പെടുകയില്ല. അത് ഭൂമിയുടെയും ആകാശത്തിനെയും ഇടയിൽ അത് തടയപ്പെടുമെന്ന് വന്നിട്ടുണ്ട്. എന്ത്? നമ്മൾ ചെയ്യുന്ന ദുആ എന്തുകൊണ്ടാണ് തടയപ്പെടുന്നത്? സ്വലാത്തില്ലാത്തത് കൊണ്ട്. അപ്പം ഹംദും സ്വലാത്തും വേണം സാധ്യമാകുന്ന വേളയിലൊക്കെ. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇപ്പം എന്താ അറിയോ, ഒരു വഴിയിലൂടെ പോകാൻ പെട്ടെന്നൊരു വാഹനം നമ്മുടെ മുമ്പിൽ വന്നു. അപ്പം ഹംദും സ്വലാത്തും ചെല്ലാതെ നമുക്ക് ദുആ ചെയ്യാം. അതൊക്കെ റബ്ബിന് മനസ്സിലാവും നമ്മൾ ഏത് സാഹചര്യത്തിലാണെന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ പക്ഷേ പൊതുവേ നമ്മൾ പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ പറയുകയാണ്, ഫീഹി ഇസ്തിഹ്ബാബ് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഫി ദുആ. ദുആ ചെയ്യുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞും ദുആ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ ഏറ്റവും നല്ലതെന്താ? നമ്മൾ ദുആ ചെയ്യുമ്പോൾ പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മനസ്സിലായല്ലോ? അങ്ങോട്ട് തിരിഞ്ഞ് ഇരുന്നിട്ട് കിബിലക്ക് തിരിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ദുആ ചെയ്യുക. അതൊക്കെ ദുആയുടെ മര്യാദകളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ പറയുക? നമ്മൾ കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. അൻ സൽമാൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇന്ന റബ്ബക്കും തബാറക വതആല, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് അനുഗ്രഹീതനായ അത്യുന്നതനായ നിങ്ങളുടെ റബ്ബ് ഹയ്യുൻ കരീം, അവൻ ലജ്ജാലുവാൻ, മടിയുള്ളവനാണ്. അള്ളാഹു മടിയുള്ളവനാണ്. എങ്ങനെ മടി? കരീം, അതുപോലെ ആദരവുള്ളവനാണ്, ആദരവ് കാണിക്കുന്നവനാണ്. മടിയുള്ളവനാണെന്ന് പറഞ്ഞാൽ എന്താ പറയുക? യസ്തഹി മിൻ അബ്ദിഹി, ഹദീസ് ശരിക്കും കേൾക്കുക. യസ്തഹി മിൻ അബ്ദിഹി, അവൻ്റെ അടിമയിൽ നിന്ന് ആ റബ്ബ് ലജ്ജ കാണിക്കുന്നു, മടി കാണിക്കുന്നു. ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ, കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ ആ കൈകളെ, ആ ദുആയെ സിഫർ, സിഫർ എന്തർത്ഥം? പൂജ്യം അല്ലേ? ആ ദുആയെ പൂജ്യമാക്കി വിടുന്നത് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നത്. അള്ളാഹു ആ കാര്യത്തിൽ ലജ്ജിക്കുന്നു. അങ്ങനെ ചെയ്യാൻ അള്ളാഹ്ക്ക് മടിയുണ്ടെന്ന് അർത്ഥം. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ അള്ളാഹു അത് കബൂൽ ചെയ്യും, അത് സ്വീകരിക്കും എന്നാണ് അതിൻ്റെ മാന. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുമ്പോൾ കൈകളൊക്കെ ഉയർത്തുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാകുന്നു. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുകയും അതുപോലെ ഹദീസ് പണ്ഡിതന്മാർ അത് സഹീഹാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാകുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ കൈ ഉയർത്തുന്നതിൻ്റെ ഒരു രൂപം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ? വയകൂനു ബാത്തിനൽ കഫ്ഫി ഇലസ്സമാ അലാ സിഫത്തി ത്വാലിബിൽ മുതദല്ലിൽ ഫഖീർ അൽ മുൻതളിരി അൻ യുഅതാ. എങ്ങനെയാണ് കൈകൾ ഉയർത്തുക? ചില ആളുകൾ ഇങ്ങനെ പിടിക്കും, ചില ആളുകൾ ഇങ്ങനെ പിടിക്കും. എങ്ങനെയാണ് പിടിക്കേണ്ടത്? വയകൂനു ബാത്തിനൽ കഫ്, ഈ ഉള്ളം കൈ. ബാത്തിനൽ കഫ് പറഞ്ഞാൽ ഈ കഫിൻ്റെ അകം, ഉള്ള്. അതെന്ത് ചെയ്യണം? ഇലസ്സമായി, ആകാശത്തേക്ക്, ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടായിരിക്കണം. അലാ സിഫത്തി ത്വാലിബിൽ മുതദല്ലിൽ ഫഖീരി അൽ മുൻതളിരി അൻ യുഅതാ, അങ്ങേയറ്റം ദരിദ്രനായിട്ടുള്ള
താഴ്മയുള്ള ഒരു ആള് അപേക്ഷിക്കുന്നത് പോലെ അല്ല, ആ കൈ ഇങ്ങനെ ഉള്ളം കൈ പരത്തി ആകാശത്തേക്ക് ഉയർത്തിയാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത് എന്നാ പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു ബിബുതൂനി അകുഫികും. നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളം കൈകൾ കൊണ്ട് ചോദിക്കുക. ഫസ് അലൂഹു, നിങ്ങൾ അള്ളാഹിനോട് തേടുക. ബിബുതൂനി അകുഫിക്കും. അകുഫ്, കഫ്, അകുഫ് പറഞ്ഞാൽ കൈപ്പടങ്ങൾ. ഇതിൻ്റെ ബുത്തൂൻ, ഇതിൻ്റെ ബത്തിന് പറഞ്ഞർത്ഥം ഇതിൻ്റെ ഈ ഭാഗം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകളുണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ കുഴങ്ങി, എത്ര കാലമായി പ്രാർത്ഥിക്കണ്, ഇനിയും ഒരു ജവാബ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ചില മടിയന്മാർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നമുക്ക് പറ്റുമോ? ഒരിക്കലും പാടുള്ളതല്ല. കാരണം എന്താ? അള്ളാഹു അർഹമുറാഹിമീനാണ്, അള്ളാഹു പരമകാരുണികനാണ്, കരുണാനിധിയാണ്. ആ റബ്ബ് തരില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അറിയോ? ഉദുഅല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, എൻ്റെ റബ്ബെനിക്ക് ഉത്തരം ചെയ്യുമെന്ന് യഖീനോടുകൂടെ. യഖീൻ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലുറപ്പിച്ച്. ആരുടെ വാക്കാ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള, ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസ. നമുക്ക് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും, ഒരു സംശയവുമില്ല പ്രിയമുള്ളവരെ. അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരും, ജവാബ് തരും. പക്ഷെ എന്ത് വേണം? ഉദുഅല്ലാഹ് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ള യഖീനോടുകൂടെ. പെട്ടെന്ന് ഇപ്പോൾ ദുആ ചെയ്ത ആ നിമിഷത്തിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. കുറച്ചൊക്കെ ലേറ്റായി എന്ന് വരും. ഉത്തരം ചെയ്യുന്ന രൂപം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഉത്തരം ചെയ്യുന്ന രൂപം ഒന്നെന്താ? പെട്ടെന്ന് ഉത്തരം കിട്ടിയേക്കാം. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ ഒക്കെ ഉത്തരം കിട്ടാം. അല്ലെങ്കിലോ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആല നമുക്ക് വിധിച്ചിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ, ദുരന്തങ്ങൾ, നമ്മുടെ ഈ ദുആ കൊണ്ട് ആ അപകടങ്ങൾ അല്ലാഹു ക്യാൻസൽ ചെയ്യും. നമ്മളൊരു പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അപകടത്തിൽ പോകാൻ റബ്ബ് വിധിച്ചതായിരിക്കാം. പക്ഷേ 2 ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹിനോട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ അതബോടുകൂടെ ഇഖ്ലാസോടുകൂടെ നല്ല മനസ്സോടുകൂടെ ദുആ ചെയ്തു. അപ്പം അള്ളാഹു എന്ത് ചെയ്യുന്നു? ആ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. മനസ്സിലായോ? അത് ദുആ കിട്ടുന്നൊരു ജവാബാ. പക്ഷേ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ഈ മനുഷ്യൻ എന്ത് വിചാരിക്കുന്നു? ഞാൻ കുറേ ആയി ദുആ ചെയ്യുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. സത്യത്തിൽ അള്ളാഹു അവന് ജവാബ് ചെയ്തു കഴിഞ്ഞു. സത്യത്തിൽ എന്ത് ചെയ്തു? അള്ളാഹു അവന് ഉത്തരം ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മറ്റൊരു രൂപത്തിലുള്ള ഒരു ജവാബ് എന്താ നിങ്ങൾ? ആഖിറത്തിൽ, പരലോകത്തിൽ നമ്മളിങ്ങനെ കുറേ ദുആ ചെയ്തു, ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ ദുആ ചെയ്യുന്നു വിചാരിക്കുക, എന്നിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചു പോവുകയാണ്. മരിക്കുന്നത് വരെ ആ ദുആക്ക് ഉത്തരം കിട്ടിയതായിട്ട് അയാൾക്ക് തോന്നില്ല. പക്ഷേ അള്ളാഹിൻ്റെ അടുക്കലെത്തിയാൽ അയാൾ ആ നല്ല നിലക്കാണ് ദുആ ചെയ്തല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ എത്ര ദുആ ചെയ്തോ അതിന് അനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു അവിടെ ഒരു ഡെപ്പോസിറ്റായിട്ട് ഹദീസിൽ കാണാം. അള്ളാഹു അവിടെ നിക്ഷേപിച്ചു വെക്കുന്ന ആ പരലോകത്ത് ആഖിറത്തിൽ എന്ത് ചെയ്യും? അത് നിക്ഷേപിച്ചു വെക്കുന്നു. അപ്പോൾ ദുആ ചെയ്തത് ഒരിക്കലും നമുക്ക് നഷ്ടമാകില്ല, അതിന് നമുക്ക് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്ന് മാത്രമല്ല, നമ്മളെന്ത് ചെയ്യും? യഖീനോടുകൂടെ ദുആ ചെയ്യുക. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. നമ്മൾ ദുആ ചെയ്യുമ്പോഴേ അശ്രദ്ധമായ മനസ്സോടുകൂടെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നാവുകൊണ്ടും ചുണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കൈകളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. കൽബോ, നമ്മുടെ മനസ്സോ വേറെ ഏതോ സ്ഥലത്താ. അന്തം വിട്ട് ദുആ ചെയ്യുക, അതൊന്നും റബ്ബ് സ്വീകരിക്കാൻ പോണില്ല. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ലാ യസ്തജീബു, അല്ലാഹു തീർച്ചയായും ഉത്തരം നൽകൂല.
സംശയമൊന്നും വേണ്ട. അന്നല്ലാഹ ലാ യസ്തജീബു, അള്ളാഹു തീർച്ചയായും ഉത്തരം ചെയ്യുകയില്ല. മിൻ ഖൽബിൻ, ഒരുത്തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള, ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധയോടുകൂടെ ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യലൊരു എത്ര സമയമാണെങ്കിലും അതൊരു മനസ്സ് സാന്നിധ്യത്തോടുകൂടെ, ഉറച്ച വിശ്വാസത്തോടുകൂടെ, യഖീനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യുക. എന്നാലേ അല്ലാഹു തആല അതിന് ഉത്തരം ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതോടെ തന്നെ പ്രിയമുള്ള, ചിലപ്പോൾ ആളുകൾ കാണാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ധൃതി കാട്ടും, ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന്. അങ്ങനെ ഒരു വിശ്വാസി പറയാനേ പാടില്ല എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദഉ ബിഇസ്മിൻ ഔ ഖതീഅതി റഹ്മിൻ. അല്ലാഹു ഒരാൾക്ക് ഉത്തരം നൽകും, അടിമകൾക്ക് അവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. അവനെ പാപങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ഒരു തിന്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. ഔ ഖതീഅതി റഹിമിൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. മനസ്സിലായല്ലോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ, അതുപോലെ കുടുംബ ബന്ധങ്ങൾ തകരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അത് പാടുള്ളതല്ല, അത് ഗുരുതരമായി തെറ്റാകുന്നു. എന്നിട്ട് പറയാൻ, അതല്ലാത്ത പ്രാർത്ഥനകൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകും. മാലം യസ്തഅജിൽ, അവന് ധൃതി കാണിക്കാൻ വേണ്ടി പാടില്ല. സുറ എന്ന് പറഞ്ഞ ആ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമാപൂർവം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഖീല യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയോട് ചോദിച്ചു, മൽ ഇസ്തിഅജാൽ, പ്രവാചകരെ എന്താണ് ഇസ്തിഅജാല്? ഖാല യഖൂലു ഖദ് ദഅൗതു വഖദ് ദഅൗതു. ഇസ്തിഅജാൽ എന്ന് പറയുന്ന അർത്ഥം, ഒരാളിങ്ങനെ പറയും, ഞാൻ ദുആ ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്താണ്? ഫയസ്തഹ്സിറു ഇൻദ ദാലിക വയദഉ ദുആ, അതൊരു നഷ്ടമായിട്ട് അവനിങ്ങനെ കണക്ക് കൂട്ടുക. അങ്ങനെയുള്ള ദുആയൊന്നും പാടുള്ളതല്ല, അങ്ങനെ ധൃതി കാണിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് അറിയോ? റബ്ബേ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൊണ്ടാ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ വേണ്ട എന്നുള്ള പ്രാർത്ഥന. അത് ശരിയല്ല. ഏതുപോലെ നബി പറയാൻ, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറയാൻ വേണ്ടി പാടില്ല, ദുആ ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅത, റബ്ബേ നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു കൊണ്ടാ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു എനിക്ക് എന്തായാലും പുറത്തു തരണേ എന്ന് പറയാൻ പറ്റുള്ളൂ. റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാ, പക്ഷേ നീ ഉദ്ദേശിച്ചാൽ പുറത്തു കൊണ്ടാ. അല്ലാഹുമ്മ ഇർഹംനി ഇൻ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിച്ചാൽ കരുണ ചെയ്യണമേ. ഇതൊന്നും അങ്ങനെ ആ രീതി നമുക്ക് പാടുള്ളതല്ല. നമ്മളെന്ത് ചെയ്യണം? ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെ, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയാ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് താഴ്മയോടുകൂടെ, വിനയത്തോടുകൂടെ നമ്മൾ ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആൻ്റെ ആയത്താണ്. പ്രിയമുള്ളവരെ, മഹാന്മാരായ അമ്പിയാക്കളും മുർസലീങ്ങളും അങ്ങനെയായിരുന്നു ദുആ ചെയ്തിരുന്നത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശഈൻ. അമ്പിയാ മുർസലീങ്ങൾ അവർ ധാരാളം നന്മ ചെയ്യുന്നവരായിരുന്നു, നന്മകളിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു. വയദഊനനാ, അവർ റബ്ബിനോട് ദുആ ചെയ്യും. റഗബൻ വറഹബാ, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹിൻ്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടും അവർ ദുആ ചെയ്യും. വകാനൂ ലനാ ഖാശഈൻ, അവർ അങ്ങേറ്റം ഭക്തിയുള്ള ആളുകളായിരുന്നു. താഴ്മയും വിനയവും ഭക്തിയും, അങ്ങനെ നമ്മൾ ദുആ ചെയ്യേണ്ടത്. വളരെ അടക്കവും ഒതുക്കവും അച്ചടക്കവും, അങ്ങനെ നമ്മൾ ദുആ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് അശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവതു ദിന്നൂനി ഇത് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്ത്. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആയുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത്, ആരാധനക്കർഹനായി കൊണ്ട് അല്ലാഹുവേ നീയല്ലാതെ മറ്റാരും തന്നെയില്ല, നീ മഹാപരിശുദ്ധനാണ്, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. ഈ ദുആ നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.